എ.കെ.എം. അഷ്റഫ് MLA തുടക്കം മുതൽ ഈ ദൗത്യത്തിന്റെ ഭാഗമായി നിന്ന വ്യക്തിയാണ്. നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ എ.കെ.എം. അഷ്റഫ്. സ്ഥിരീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ചില ഡെവലപ്മെന്റ്സ് അവിടെ ഉണ്ടാവുകയാണ്. താങ്കൾ ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട നിർണായക ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണ് താങ്കൾക്ക് അവിടെ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്? തീർച്ചയായും വളരെ സന്തോഷമെന്ന് ഞാൻ പറയുന്നില്ല. ഈ ദുരന്തം നടന്ന് 2 ദിവസത്തിന് ശേഷം അവിടെ 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിലും 3ാം ഘട്ടത്തിലും ദിവസങ്ങളോളം അവിടെ ഉണ്ടായിരുന്ന കേരളത്തിലെ ഒരു അതിർത്തിയിലെ MLA ആണ് ഞാൻ. ഓരോ ദിവസവും നമ്മൾ പ്രതീക്ഷയോടുകൂടി ആദ്യ നാളുകളിൽ അർജുനെ ജീവനോടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നീട് അർജുൻ എന്തായാലും കണ്ടെത്തണം എന്നറിയുന്ന വല്ലാത്തൊരു പ്രാർത്ഥനാപൂർവ്വം നമ്മൾ കാത്തു നിന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 2ാം ഘട്ടത്തിന്റെ തെരച്ചിൽ നിർത്തുന്ന സമയത്ത് ഈ ഡ്രഡ്ജിങ്ങിന്റെ ആവശ്യം പറഞ്ഞപ്പോൾ അങ്കോല TV-യിൽ അവിടുത്തെ ഫിഷറീസ് മന്ത്രി മംഗാള വൈദ്യയും കലക്ടറും SPയും സതീശൻ ശൈൽ MLA-യും വിളിച്ചു ചേർത്ത യോഗത്തിൽ കേരളത്തിന്റെ പ്രതിനിധി ഞാൻ പങ്കെടുത്തിരുന്നു. അന്നത് ഒരു സമയത്ത് ജില്ലാ ഭരണകൂടത്തിന് 50 ലക്ഷം മാത്രമേ ചെലവഴിക്കാൻ കഴിയും, 1 കോടിയെങ്കിൽ സർക്കാർ അംഗീകാരം വേണമെന്ന് പറഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട ഒരു ഘട്ടത്തില് കോഴിക്കോട്ടെ MP ബഹുമാന്യൻ MK രാഘവട്ടന്റെ കൂടെ ബാംഗ്ലൂരിൽ പോയി കർണാടക മുഖ്യമന്ത്രിയെ കണ്ട് അവിടെ ആ സ്പോട്ടില് ജില്ലാ ഭരണകൂടത്തോട് അദ്ദേഹം അതെന്തായാലും പൈസ ചെലവഴിക്കാനും അങ്ങനെ ഒരു ഉത്തരവിന്റെ ഭാഗമായിട്ടാണ് ഈ ഡ്രഡ്ജിങ് എത്താനുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടായത്. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ പോലെയുള്ള മീഡിയകളുടെ ഒരു ശ്രമം, പ്രതികൂല കാലാവസ്ഥയിൽ പോലും ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട കേരളത്തിലെ ഓരോ മീഡിയകളെയും ഞാൻ വല്ലാത്ത ഒരു ഘട്ടം ഞാൻ അവിടെ നേരിട്ട് കണ്ട ഒരാളാണ്. നമ്മുടെയൊക്കെ ഒരു ടീം വർക്കിന്റെ ഭാഗമായി നമുക്ക് അർജുന്റെ ജീവനോടെ കിട്ടിയില്ല എങ്കിലും നമ്മളൊരു പക്ഷേ അർജുനെ കിട്ടാണ്ട് നമ്മൾ അവിടെ നിന്ന് മടങ്ങി വന്നിരുന്നെങ്കിൽ ജീവിതകാലം നമ്മുടെ മുമ്പിൽ ഇതൊരു ചോദ്യം വേട്ടയാടുമായിരുന്നു. ഇന്നെന്തായാലും ഞാനിപ്പോൾ അവിടെ നിന്ന് രാവിലെ തന്നെ അവിടുത്തെ MLA എന്നോട് വിളിച്ച് അങ്ങോട്ടേക്ക് പുറപ്പെടാൻ പറഞ്ഞതാണ്. ഒരു 2 മണിയോടുകൂടി നമുക്ക് ഭാരത് ബൻസ് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയ എന്തായാലും അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള സംസാരം അദ്ദേഹം നടത്തിയിരുന്നു. എന്തായാലും ദൈവത്തിന് നന്ദി. ഓരോ മലയാളികളുടെയും പ്രാർത്ഥനയായിരുന്നു അർജുനെ കിട്ടണം എന്നുള്ളത്. നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഹലോ, മറ്റു നടപടിക്രമങ്ങൾ ഇനി എങ്ങനെ പൂർത്തീകരിക്കേണ്ടതുണ്ട് ശ്രീ അഷ്റഫ്? ഇനിയിപ്പോ അതെ, മറ്റുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോ ബോഡി പുറത്തെടുത്തിട്ടില്ല. അർജുന്റെ ഫാമിലി ജിതിനടക്കമുള്ള ആളുകൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഇനി അതിന്റെ പോസ്റ്റ്മോർട്ടം ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളുണ്ട്. ഞാനും ഇപ്പൊ മഞ്ചേശ്വരത്ത് നിന്ന് അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഓൺ ദ വേ ആണ്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ എ.കെ.എം. അഷ്റഫ്. നല്ല